വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ എല്ലാവരും അഭിനന്ദിച്ചു. ഇന്ത്യൻ ടീം വാനോളം ഉയർന്നു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ഇന്ത്യൻ ടീം തോറ്റിരിക്കുന്നത്. ഇന്ന് സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യ കളി തോറ്റിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ കളി തോറ്റത്? ഇന്ത്യക്ക് പിഴച്ചത് എവിടെയാണ്? ഇപ്പോൾ ഇതാ ഇതിഹാസ താരം ഇന്ത്യ തോറ്റ കാരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ തോറ്റ ആദ്യത്തെ ഒരു കാരണം നോക്കിയാൽ അത് ബാറ്റിംഗ് തന്നെയാണ്. ബാറ്റിങ്ങിൽ ഇതുപോലത്തെ മോശം കളി ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സിംബാബ്വെ ഇന്ത്യക്കെതിരെ കളി ജയിക്കുന്നത്. ഇന്ത്യ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് കളി ജയിച്ചേനെ. മറ്റൊരു പ്രധാന കാരണം ഓപ്പണിംഗ് ആണ്. അഭിഷേക് ശർമ്മ അരങ്ങേറ്റം നടത്തിയ താരമാണ്. അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നില്ല. ജയ്സ്വാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഉണ്ടായേനെ. ഗില്ലിന്ന് നല്ല കളി കാഴ്ചവെച്ചിരുന്നു. അടുത്തൊരു കാരണം നോക്കിയാൽ ഒരുപാട് അരങ്ങേറ്റക്കാർ ഇന്ന് കളിച്ചിട്ടുണ്ട്. അതാണ് പ്രധാന കാരണം. ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ അവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് കുറച്ച് സെറ്റായാൽ മാത്രമേ അവർക്ക് കളി പൊരുത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ കളി തോറ്റത്. അടുത്തൊരു കാരണം നോക്കിയാൽ സഞ്ജു ജയ്സ്വാൾ ഇല്ലാത്തത് ഇന്ത്യ കളി തോൽക്കാൻ കാരണമായി. സഞ്ജു ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി ജയിച്ചേനെ. മിഡിൽ ഓർഡറിൽ ഒരു എക്സ്പീരിയൻസ് താരം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അടുത്തൊരു കാരണം നോക്കിയാൽ ഫിനിഷർ റിങ്കു സിംഗ് ഫോം ഔട്ട് ആയതാണ്. റിങ്കു സിംഗ് ശരിക്ക് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി ജയിച്ചേനെ. എന്നാൽ റിങ്കു ഡെക്കിലാണ് പുറത്തായത്. അതാണ് പണിയായിരിക്കുന്നത്. സിംബാബ്വെ പിച്ചിൽ ഇന്ത്യക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഈയൊരു യുവതാരങ്ങളെ വെച്ച് പോയാൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടില്ലെന്നത് ഉറപ്പാണ്. ഇതുപോലത്തെ ഒരുപാട് അട്ടിമറികൾ കാണാൻ സാധിക്കും. സിംബാബ്വെ ഇന്ന് ആകെ കൂടി 115 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇന്ത്യ 102 റൺസിൽ ഓൾ ഔട്ടായി. 13 റൺസിന് സിംബാബ്വെ ജയിച്ചു. ഇത് ഇന്ത്യക്ക് നാണക്കേട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.